KSEBയെ ഉപഭോക്തൃ സൗഹൃദമാക്കാൻ ഉപഭോക്തൃ സേവന വാരാചരണം ഒക്ടോബർ 2 മുതൽ 8 വരെയാണ് ഉപഭോക്തൃ സംഗമങ്ങളും സേവന പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്നത്. പാലാ കിഴതളിയൂർ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ഉപഭോക്തൃ സംഗമം മാണി സി കാപ്പൻ MLA ഉദ്ഘാടനം ചെയ്തു. ഉപഭോക്താക്കൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട സേവനം സമയബന്ധിതമായി പ്രദാനം ചെയ്യുക, ഉപഭോക്താക്കളുമായുള്ള ഹൃദയബന്ധം കൂടുതൽ ഊഷ്മളവും വിശ്വസ്തവുമാക്കി മാറ്റുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് KSEB ഉപഭോക്തൃ സേവന വാരം ആചരിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 മുതൽ 8 വരെയാണ് ഉപഭോക്തൃ സേവന വാരം. KSEB പാലാ ഇലക്ട്രിക്കൽ ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ ഉപഭോക്തൃ സംഗമം നടന്നു. കിഴതളിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ മാണി സി കാപ്പൻ MLAയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. ഇന്നേക്ക് 1.5 വർഷം മുമ്പ് ഇങ്ങനൊരു യോഗം 2 മാസം കൂടുമ്പോൾ നടന്നിരുന്നു. ഉപഭോക്താക്കളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിനും അവയ്ക്ക് പരിഹാരമുണ്ടാക്കുന്നതിനും വേണ്ടിയുള്ള യോഗങ്ങളായിരുന്നു നടന്നിരുന്നത്. തീർച്ചയായും വളരെ ഫലപ്രദമായിരുന്നു. പിന്നീട് എന്തുകൊണ്ടോ ആ പരിപാടി നിന്നുപോയി. ഇപ്പോൾ വീണ്ടും ഗാന്ധി ജയന്തി പ്രമാണിച്ച് ഇപ്പോൾ 2-ാം തീയതി മുതൽ 8-ാം തീയതി വരെ ഇത്തരം ഒരു പ്രോസസ്സ് നടക്കുന്നു എന്ന് പറയുന്നതിന് പകരം എല്ലാ 2 മാസവും കൂടുമ്പോൾ KSEB ഒരു യോഗം വിളിക്കണം, ജനങ്ങളുടെ പരാതി കേൾക്കണം, പ്രശ്നങ്ങളുള്ളവയ്ക്കും അത് മിനിറ്റ്സിൽ റെക്കോർഡ് ചെയ്യണം. ഈ പറയുന്ന മിനിറ്റ്സ് റെക്കോർഡ് ചെയ്യണം കേട്ടോ, മിനിറ്റ്സ് റെക്കോർഡ് ചെയ്യണം. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്തുണ്ടായി എന്നുള്ളത് അടുത്ത യോഗം വരുമ്പോൾ അത് പറയുകയും ഇല്ലെങ്കിൽ എന്തുകൊണ്ട് അത് ചെയ്യാൻ കഴിയാതിരുന്നു എന്നത് എക്സ്പ്ലനേഷൻ കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. ആ പ്രോസസ്സ് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പരാതി വരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് KSEB. ശരിയാ, KSEBക്കാർ ആത്മാർത്ഥമായി വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു മഴ വന്നു കഴിഞ്ഞാൽ 4 കറണ്ട് പോകും. കേബിളിംഗ് ആണെങ്കിൽ ഈ കുഴപ്പം വരില്ലായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പരാതി പറയാനായിട്ട് വിളിച്ചാൽ ഫോൺ എടുക്കാൻ ആളില്ല. അത് നിർബന്ധപൂർവ്വം ഫോൺ എടുക്കാൻ ആളുണ്ടായിരിക്കണം, ഫോൺ അറ്റൻഡ് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ ആ സമയം രേഖപ്പെടുത്തി ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല എന്ന് പറഞ്ഞ ആളുടെ പേരിൽ നടപടി ഉണ്ടാവണം. ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് വാളിപ്ലാക്കൽ, നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ, ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ ഫെർണാണ്ടസ്, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈരാറ്റുപേട്ട സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീകുമാർ AM വിഷയാവതരണം നടത്തി. പാലാ ഇലക്ട്രിക്കൽ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അശ്വതി VS സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി. വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ, ഹൈടെൻഷൻ ഉപഭോക്താക്കളുടെ പ്രതിനിധികൾ, വിവിധ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുത്തു. ചർച്ചയിൽ പങ്കെടുത്തവരുടെ സംശയങ്ങൾക്കും പരാതികൾക്കും വൈദ്യുതി ബോർഡ് അധികൃതർ മറുപടി നൽകി. പാലാ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിബിൻ GS, രാമപുരം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റെയ്മോൾ പവിത്രൻ എന്നിവരും പ്രസംഗിച്ചു. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.